എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് വഴിയെക്കുറിച്ചാണ്. വഴികൾ പല വിധത്തിലുണ്ടല്ലേ. NH റോഡ് മുതൽ ചെറിയ ഇടവഴികൾ വരെയുണ്ട്. പക്ഷേ ആ വഴികളൊക്കെയും ഒന്നിനെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു മനുഷ്യൻ ദിനംതോറും ഒരു വഴിയെ നടന്നു പോവുകയാണെങ്കിൽ അത് നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു ക്ലിയർ ആയിട്ട്, അവിടെ പുല്ല് വളരത്തില്ല, അതിനു ചുറ്റിലും വേറെ നമ്മെ അപായപ്പെടുത്തുന്ന ജീവികളൊന്നും കാണത്തില്ല. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായിരിക്കും. പക്ഷേ ആ വഴിയെ കൂടെ അധികം ആരും പോകാത്ത ഒരിടമാണെങ്കിൽ അവിടെ പലവിധമാകുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. കാരണം എന്താണെന്നറിയോ? ആ വഴിയെ അധികം ആരും സഞ്ചരിക്കത്തില്ല. അതുപോലെയാണ് ജീവിതത്തിൽ നാം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും എത്തിച്ചേരുവാനുള്ള വഴി എന്ന് പറയുന്നത്. നരകത്തിലേക്ക് പോകുന്ന വഴി നാം ചിന്തിക്കും, ആ വഴിയെ നടന്നു നീങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല അനുഗ്രഹിക്കപ്പെട്ട കാഴ്ചകൾ കാണാം, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഇടങ്ങളിൽ എത്തിച്ചേരാം, നല്ല ഫലഭൂയിഷ്ടമായ ഫലങ്ങൾ കഴിക്കാമെന്നൊക്കെയും നാം വിചാരിക്കും. പക്ഷേ അത് നമ്മെ അപകടത്തിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ ദൈവവചനപ്രകാരം ഒരു പൈതൽ ജീവിക്കുകയാണെങ്കിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട വഴികളിൽ കൂടെ പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ വഴി ചെന്നെത്തുന്നതും വളരെ വിശാലമായ ഇടത്തേക്കായിരിക്കും. നാം കാണുക പോലും ചെയ്യാത്ത, നാം വളരെയധികം ഭംഗിയുള്ളത് എന്ന് പറയത്തക്ക വിധത്തിലുള്ള കാഴ്ചകളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല അവിടെ പതിയിരിക്കുന്ന അപകടങ്ങളും കാണത്തില്ല. ആയതുകൊണ്ട് ദൈവവചനം പറയുന്നത് പോലെ നന്മകൾ ചെയ്ത് നല്ല വഴിയെ കൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ ഉള്ള പടവുകൾ നാം ദിനവും ചവിട്ടേണം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.